വേമ്പനാട്ട് കായൽ നീന്തിക്കടന്ന് ലോക റെക്കോർഡ് നേടി ഓട്ടിസം ബാധിതനായ 4 വയസ്സുകാരൻ. ജന്മന ഓട്ടിസമുള്ള പരിയാരം അലക്കിംപാലത്തിന് സമീപത്തെ ഡാനിയലാണ് വേമ്പനാട് കായൽ 5 കിലോമീറ്റർ നീന്തിക്കടന്നത്. മംഗളൂരുവിൽ താമസിക്കുന്ന പ്രഫുൽ ജോസിൻ്റെയും അയർലൻഡിൽ നേഴ്സായ ഐശ്വര്യയുടെയും മകനാണ് ഡാനിയൽ. എൻ്റെ പേര് ഷാൻഡി. ഇതെൻ്റെ കൊച്ചുമോനാണ്. എൻ്റെ മോളുടെ കുട്ടിയാണ് ഡാനിയൽ പ്രഫുൽ. ഇവന് 3 വയസ്സ് മുതലാണ് ഞങ്ങൾക്ക് ഓട്ടിസമാണെന്ന് മനസ്സിലായത്. അപ്പോൾ ഇവിടെ അതിനുള്ളൊരു ചികിത്സയല്ല, അതിനുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഇവിടെ കുറവായതുകൊണ്ട് ഞാൻ കോട്ടയത്ത് പോയി. മോൻ 1.5 വർഷത്തോളം അവിടെ സ്പീച്ച് തെറാപ്പി ചെയ്തു. ആ കൂടെ വാട്ടർ തെറാപ്പി കണ്ടിന്യൂ ചെയ്തു. 3 വയസ്സ് മുതൽ മോന് സ്വിമ്മിങ്ങിന് ചേർത്തു. സ്വിമ്മിങ്ങിന് ചേർക്കാനുണ്ടായ കാരണം മോന് അറ്റൻഷൻ തീരെ കുറവായിരുന്നു. അതുപോലെ ഐ കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു, സിറ്റിംഗ് ഇല്ല, സ്പീച്ച് ഇല്ല. അതുപോലെ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ഇവന് രാത്രിയിലൊക്കെ 1 മണിക്കൂർ മാത്രം ഉറങ്ങി ഒരുപാട് ദിവസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഉറക്കമില്ലാതെ വന്നതുകൊണ്ട് അവന് ഫുഡ് കഴിക്കാൻ വലിയ പ്രശ്നമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവനെ ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുപോകുമ്പോൾ അവനെ ക്ലാസ്സുകളിലൊന്നും അറ്റൻഡ് ചെയ്യാതെ വന്നു. അങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടി. ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോന്നാലോ എന്ന് വരെ ചിന്തിച്ച് ആ ഒരു നിമിഷത്തിലാണ് വാട്ടർ തെറാപ്പിയെ പറ്റി അറിഞ്ഞത്. അത് കോട്ടയത്ത് തന്നെ ഒരു ഓപ്പൺ വാട്ടർ ആയിരുന്നു. അത് JRS അക്കാദമി എന്ന് പറയും. ഞാൻ അതിനെപ്പറ്റി അറിയുകയും അവിടെ ചെല്ലുകയും സാർ അതിൻ്റെ കാര്യങ്ങൾ എനിക്ക് വിശദമായിട്ട് പറഞ്ഞു തരികയും ഞാൻ അവരിൽ വിശ്വാസം അർപ്പിച്ച് മോനെ സ്വിമ്മിങ്ങിന് ചേർക്കുകയാണ് ചെയ്തത്. അത് 3 മാസത്തെ ഒരു പാക്കേജ് എടുത്തു. അങ്ങനെ ഞാനൊരു 9 മാസക്കാലം മോനെ തുടർച്ചയായിട്ട് സ്വിമ്മിങ് തെറാപ്പി ചെയ്തു. അവന് ഒരുപാട് മാറ്റം ഉണ്ടായി. അവന് ഉറക്കം കിട്ടി. ആദ്യ ദിവസം തന്നെ അവന് ഉറക്കം കിട്ടി. ആ ഉറക്കം കിട്ടിയത് കൊണ്ടാണ് ഞാൻ തുടർന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യവും ഒരു താല്പര്യമൊക്കെ എനിക്ക് വന്നത്. സ്വിമ്മിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ആർക്കും സ്വിമ്മിങ് അറിയില്ല. ആരും നീന്തിയിട്ടില്ല. എനിക്ക് മോനെ വെള്ളത്തിലിറക്കാനോ അല്ലെങ്കിൽ നീന്തൽ പഠിപ്പിക്കാനോ എനിക്കങ്ങനെ ഒരു ചിന്തയേ ഉണ്ടായിരുന്നില്ല. പക്ഷേ വേറെ ഒരു പോംവഴിയില്ല. തെറാപ്പി സെൻറ്ററിൽ നിന്ന് ഈ ഫോൺ നമ്പർ കിട്ടി. ഞാൻ വിളിക്കുമ്പം വിചാരിച്ചത് പൂളോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെയുള്ള കുളങ്ങളോ ഒക്കെ ആയിരിക്കും വിചാരിച്ചാണ് ഞാൻ വിളിച്ചത്. പക്ഷേ വിളിച്ചപ്പോൾ തന്നെ എന്നോട് സാറ് പറഞ്ഞു, ഇത് ഓപ്പൺ വാട്ടറാണ്, മീനച്ചിലാറാണ്, 30 അടിയോളം മേലെ താഴ്ചയുള്ളതാണ്, അങ്ങനെയുള്ള സ്ഥലത്താണ് നീന്തൽ പഠിപ്പിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അത്ര ധൈര്യവും വിശ്വാസവും ഒക്കെ അക്കാദമിയെ പറ്റി നല്ല വിശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ചേർന്നാൽ മതി. ഇനി ചേരണമെങ്കിൽ തന്നെ നിങ്ങളൊന്ന് വന്ന് നോക്കിയിട്ട് മതി എന്നൊക്കെ പറഞ്ഞ് എന്നെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഇതേപോലെയുള്ള കുട്ടികളും അല്ലാത്തവരൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ നീന്തുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു ധൈര്യം വന്നെങ്കിലും പേടി അതിനേക്കാൾ മുൻപിലുണ്ടായിരുന്നു. ആദ്യ ദിവസം തന്നെ ഇവൻ അത്ഭുതാവഹമായിട്ടുള്ള ഒരു നേട്ടം, എനിക്കൊരു ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് തോന്നിയത്. അതോടൊപ്പം ഞാൻ എൻ്റെ ഇവൻ്റെ മൂത്ത 2 കുട്ടികളെ നീന്തൽ പഠിപ്പിച്ചു. ഞാനും പഠിച്ചു. എൻ്റെ കുട്ടികളിപ്പം ആ അക്കാദമിയിലെ ടീം ലീഡറാണ്. അതൊക്കെ വലിയൊരു സന്തോഷമാണ്. അപ്പം 3 ദിവസം കൊണ്ട് ഇവൻ ട്യൂബും ഫ്ലോട്ടും മാറ്റിയിട്ട് സ്വതന്ത്രമായിട്ട് ഒരു ഉപകരണങ്ങളുടെ സഹായമില്ലാതെ നീന്താൻ തുടങ്ങി. കിലോമീറ്ററുകളോളം നീന്തുമെന്ന് തന്നെ എനിക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ മനസ്സിലായി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കാഞ്ഞിര ഫെസ്റ്റ് എന്ന് പറഞ്ഞ കോട്ടയത്ത് അടുത്ത് തന്നെ ഒരു പബ്ലിക് പ്രോഗ്രാം വന്നു. അവിടെ ഇവൻ ആ പ്രോഗ്രാമിൽ നന്നായിട്ട് അവൻ ഫിനിഷ് ചെയ്തു. അവന് ബെസ്റ്റ് സ്വിമ്മർ അവാർഡ് കിട്ടി. തുടർന്ന് ഇങ്ങോട്ട് നീന്തലില്ലാതെ ഒരൊറ്റ ദിവസവും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. മോന് എഴുതാൻ തുടങ്ങി. അവനൊരു മോണ്ടിസോറി പ്രീ സ്കൂളിൽ ചേർത്തു. ഇപ്പോൾ സ്കൂളിൽ പോകുന്നുണ്ട്, തെറാപ്പി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതുപോലെ നീന്തൽ സ്വിമ്മിങ്ങിനും ഡെയിലി പോകുന്നുണ്ട് ഇവിടെ അടുത്ത് തന്നെ. അതുപോലെ മോന് ഒരു വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റിന് പങ്കെടുക്കാൻ പറ്റി, ട്രയലിന് പങ്കെടുക്കാൻ പറ്റി. കൊല്ലത്ത് അഷ്ടമുടിക്കായലിൽ ഇവൻ്റെ സഹോദരങ്ങൾ ഇറങ്ങി, ഒപ്പം ഞാൻ ഇറങ്ങി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് അവിടെ ഒരു വേൾഡ് ട്രയൽ അറ്റംപ്റ്റ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മോനെ സാറ് നിർദ്ദേശിച്ചു. അപ്പം
ടീം ലീഡേഴ്സ് ആയിട്ടുള്ളവർക്കും കൂടെ ആ കൂടെ ഇറങ്ങാം. അപ്പം അങ്ങനെ ഇവൻ്റെ മൂത്ത 2 സഹോദരങ്ങൾ അവിടെ ഇറങ്ങി. ഫുൾ നീന്തിയില്ല, പക്ഷേ അവർക്കൊരു സപ്പോർട്ടായിട്ട്. പിന്നെ അവിടെ ഉള്ളവർക്ക് വിശ്വാസമില്ലായിരുന്നു, കാരണം ഇങ്ങനെ ചെറിയ കുട്ടികൾ 4 വയസ്സ് 3 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ വെള്ളത്തിലിറങ്ങുമ്പോൾ അവർക്കത് വിശ്വസിക്കാം. പിന്നെ ഭിന്നശേഷി ഉണ്ടായിരുന്നു കുട്ടികളെല്ലാം. അപ്പോൾ അവർക്ക് അതൊരു വിശ്വാസത്തിന് വേണ്ടിയിട്ട് ഇവരുടെ ഒപ്പം ഞങ്ങളും കൂടെ ഇറങ്ങി. മോൻ അന്ന് 2 കിലോമീറ്റർ നീന്തി ഫിനിഷ് ചെയ്തു. വൈക്കത്ത് വേമ്പനാട്ട് കായലിൽ മോന് നീന്താനുള്ളൊരു അവസരം കിട്ടിയത് അത് 5 കിലോമീറ്റർ ദീർഘദൂര നീന്തലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ 13-ാം തീയതി, സെപ്റ്റംബർ മാസം 13-ാം തീയതി മോനത് നീന്തി ഫിനിഷ് ചെയ്തു. അവൻ്റെ ഒപ്പം 10 കുട്ടികളുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും പ്രായം കുറഞ്ഞ മോന് ഡാനിയലായിരുന്നു. അപ്പോൾ 4 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളായിരുന്നു. കുട്ടികളെല്ലാവരും ഫിനിഷ് ചെയ്തു. അങ്ങനെ ആ വേൾഡ് റെക്കോർഡ് പിന്നെ അറ്റംപ്റ്റ് അവൻ വിജയകരമായിട്ട് പൂർത്തിയാക്കി. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. കോട്ടയത്ത് ചെന്ന് 1.5 വർഷം അവിടെ താമസിച്ചെങ്കിലും എല്ലാ സൺഡേയും അവിടെയുള്ള കോട്ടയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് പള്ളികളുള്ളൊരു സ്ഥലമാണ്. അപ്പം ഞങ്ങൾ എല്ലാ സൺഡേയും അവിടെ ഓരോ പള്ളികളിൽ പോയിട്ടുണ്ട്. അവിടെ ഏത് പള്ളിയിൽ നിന്നാണ് ഈ അനുഗ്രഹങ്ങളൊക്കെ ഒഴുകി വന്നതെന്ന് എനിക്കറിയില്ല. എവിടെയോ 2-3 പേര് എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ടെന്നാണല്ലോ ബൈബിളിൽ നമ്മൾ പറയുന്നത്. എൻ്റെ ഡാഡി അതുപോലെ അമ്മച്ചി അടുത്ത കാലത്താണ് മരിച്ചത്. അപ്പോൾ അവരുടെയൊക്കെ പൂർവികരുടെയൊക്കെ ഒരുപാട് പ്രാർത്ഥനയുണ്ട്. അവരോടെല്ലാം പ്രാർത്ഥിക്കുമായിരുന്നു എപ്പോഴും. പിന്നെ ഒരു അനിയൻ, ഞങ്ങളുടെ ഒരു അച്ഛനുണ്ട്. അച്ഛൻ എല്ലാ കുർബാനയിലും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. പിന്നെ അതുപോലെ എൻ്റെ കുടുംബത്തിലുള്ളവർ, എൻ്റെ കൂട്ടുകാർ, നാട്ടുകാർ, വീട്ടുകാർ, അങ്ങനെ ഇവന് വേണ്ടി ഇവൻ്റെ കൂടെ ഉള്ളവർക്ക് വേണ്ടിയിട്ടല്ല. അപ്പം എല്ലാവരും അറിഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു 5 കിലോമീറ്റർ നീന്തെന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഓരോ നിമിഷവും പ്രാർത്ഥനയിലും വിശ്വാസത്തിലും. എനിക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നു, കാരണം ഞങ്ങളുടെ JRS അക്കാദമി എന്ന് പറയുന്ന ആ ഒരു അക്കാദമിയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു. പിന്നെ ദൈവകൃപ ഏറ്റവും മുമ്പിലും. ഒരു കുഞ്ഞ് ചെറുതിലേ മുതൽ വളർന്നവൻ നോക്കുന്ന സമയത്ത് നോക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇരിക്കുന്ന സമയത്ത് ഇരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പിന്നെ കമിഴ്ന്ന് കിടക്കുന്ന സമയത്ത്, അതിലൊക്കെ ഒരു ഡിലേ ചില കുട്ടികൾക്ക് വരും. പക്ഷേ ഇവൻ ഇതിനെല്ലാം വേഗത്തിൽ, ഈ മൂത്ത കുട്ടികളെക്കാളും വേഗത്തിൽ ഇവൻ കമലുകയും എണീറ്റിരിക്കുകയും നടക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ആ ഒപ്പം സംസാരിച്ചില്ല. അതുപോലെ പേര് വിളിക്കുമ്പോൾ നോക്കിയില്ല. അതൊക്കെ പിന്നെ പേരൻസ് മനസ്സിലാക്കി എടുക്കേണ്ടതാണ് ശരിക്കും. 3 വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു ഡോക്ടർ പറയുന്നത് വരെ കാത്ത് നിൽക്കാതെ അത് മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവർക്ക് കുറച്ചും കൂടെ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ചെറിയ പ്രായത്തിലെ തന്നെ ഇവരെ സാധാരണ രീതിയിലാക്കി എടുക്കാൻ പറ്റും. ഹൈപ്പർ ആയിട്ടുള്ള ആ സമയങ്ങളിലും അല്ലെങ്കിൽ പിന്നെ ഇവന് ഇഷ്ടപ്പെടാതെ വരുന്ന സമയത്തൊക്കെ അതൊക്കെ ഒരു പിന്നെ ഇങ്ങനെയുള്ള കുട്ടികളുടെ ഒരു പ്രശ്നങ്ങളാണ് അവർ. ഇവന് പ്രത്യേകിച്ച് നിലത്ത് നിന്നിട്ട് സോഫയിലോട്ട് ചാടും, നിലത്ത് നിന്ന് ചാടും. അങ്ങനെ ചാടി ജനലിലേക്ക് കയറും, ജനലിൻ്റെ മേലെ കയറും, അവിടുന്ന് താഴേക്ക് ചാടും. പിന്നെ അതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും പേടിയാവും. പക്ഷേ ഇവർ പൊതുവെ ഇവരുടെ ശരീരം പിന്നെ ഒന്നും പറ്റാതിരിക്കാൻ മാക്സിമം നോക്കും. ഇവൻ അങ്ങനെയാണ്. ചില കുട്ടികൾ അവരെ ഉപദ്രവിക്കും, അവർ തന്നെ തലയിടിക്കും, ഭിത്തിക്കെട്ട് തലയിടിക്കും. ഇവൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലായിരുന്നു. പക്ഷേ ഇവന് ഈ ചാട്ടം, ഓട്ടം, ഒരിടത്തിരിക്കില്ല, ഒരു സ്പീച്ചിൻ്റെ ഒരു ഡിലേ മാത്രമേ ഇപ്പോൾ ഉള്ളുവാണ്. ഇവന് എപ്പോഴും ഏറ്റവും ഇഷ്ടം ആനിമൽസിനോടാണ്. അത് എപ്പോഴും എങ്ങനെ പോയാലും കയ്യിലൊരു ഇത് കാണും. ഇവിടെ ഒരു പട്ടിയുണ്ട്, ആ പട്ടിയുടെ അടുത്ത് എപ്പോഴും പോയിരിക്കും. പിന്നെ ഒരു ബേഡ്സ് ഉണ്ട്. അങ്ങനെയൊക്കെ ഇവന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങളൊരു ആടിനെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയി. ഒരു ആടും കുഞ്ഞിനെ വാങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ ആടും കുഞ്ഞിനെയായിട്ട് അവർ കൊടുക്കില്ല. അതിന് അമ്മയും 2 മക്കളും ഉണ്ട്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ചേട്ടൻ പോയിരിക്കുക. ഇവന് വേണ്ടിയിട്ടാണ് അത്. ഇവന് ഞങ്ങളുടെ മുത്ത, എനിക്കതേ പറയാൻ പറ്റുള്ളൂ. മോള് അയർലൻഡിലാണ്. മോന് 2 വയസ്സായപ്പോഴാണ് ജോലിക്ക് പോകുന്നത്. അപ്പം അന്ന് എനിക്ക് അവളെ വിടാനൊരു വല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു. കാരണം കുട്ടികൾ 3 പേര് ചെറിയ പ്രായം. അപ്പോൾ അവൾ പറഞ്ഞത് ഇവനൊരു 5 വയസ്സാകുമ്പോഴേക്കും കുട്ടികളെയും കൂടെ കൊണ്ടുപോകാമല്ലോ എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് അവൾ പോകുന്നത്. അപ്പം 3 കുട്ടികൾ ഇവിടെ ഉള്ളത് കൊണ്ട് ഹസ്ബൻഡിന് പോകാൻ പറ്റിയില്ല അവളുടെ. അങ്ങനെ അവനിവിടെ നാട്ടിലായിരുന്നു. ഇനിയിപ്പം ഞാൻ ഇവനെ ഇനി മുന്നോട്ട് ഇതിൻ്റെ നീന്തലിനുള്ള, അപ്പോൾ അതിന് ഇനിയും അങ്ങനെയുള്ള ഓരോ അവസരങ്ങൾക്ക് വേണ്ടി അപ്പം ഞാൻ ഇവനെ എന്തായാലും
അങ്ങോട്ട് വിടുന്നില്ല. കുറച്ച് കാലം നല്ല മോന് ഏതാണല്ലോ ഇനിയിപ്പം ഞാൻ അതിലൊരു സന്തോഷം. മോനൊരു ഇവിടെ വന്നതിന് ശേഷം ഞാൻ കീബോർഡ് പഠിപ്പിക്കാൻ വിടുന്നുണ്ട്. അവന് അതിലും ഒരു മ്യൂസിക്കിനോടൊക്കെ ഒരു വലിയ താല്പര്യമുണ്ട് അവന്. അപ്പം ഏതാണോ അവന് പറ്റുന്ന ഒരു ട്രാക്കെന്ന് വിചാരിച്ച് അതിലേക്ക് വിടാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് പറയാനുള്ളത് എന്നാന്ന് വെച്ചാൽ ദൈവം ഓരോ കുഞ്ഞുങ്ങൾക്കും അല്ലെങ്കിൽ ഭൂമിയിലേക്ക് വരുന്ന ഓരോ മാലാഖ കുഞ്ഞുങ്ങൾക്കും ദൈവം പ്രത്യേകം ഓരോ കഴിവുകൾ എല്ലാ തരത്തിലും, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ആ കഴിവ് ഏതാണെന്ന് കണ്ടെത്തുന്നതിലാണ് പേരൻസ് എപ്പോഴും പരാജയപ്പെട്ടു പോകുന്നത്. കാരണം ഇങ്ങനെയുള്ള കുട്ടികളെ അവർ പൊതുവേദികളിൽ ഇറക്കാറില്ല. അവരും വീട്ടിൽ ഒതുങ്ങിക്കൂടും. പേരൻസ് ഒരിക്കലും ദുഃഖിച്ചോ വിഷമിച്ചോ വീടിനുള്ളിൽ കഴിയേണ്ടവരല്ല. ആ കുട്ടികൾ സ്വതന്ത്രമായിട്ട് വളരാൻ അനുവദിക്കുക. ഈ മോന് എൻ്റെ കയ്യിൽ കിട്ടുമ്പം എന്നെ ഒന്ന് ഒരു സമയം പോലും ഇവൻ എന്നെ പിരിഞ്ഞിട്ടില്ല. കാരണം ഈ കുഞ്ഞ് എൻ്റെ കയ്യിൽ വരുമ്പോൾ ഇവനെന്തോ ഒരു പേടിയായിരുന്നു ആദ്യം എനിക്ക് ഫീൽ ചെയ്തത്. ഇവനെന്തിനാണ് ഇത്ര പേടിക്കുന്നതെന്ന് ഞാൻ ഓർത്തത്. എനിക്ക് തോന്നുന്നു അമ്മ ഇവനൊരു 2 വയസ്സിൽ അമ്മയുടെ ആ സ്നേഹം നഷ്ടപ്പെട്ടു. പിന്നെ അവനിങ്ങനെ മാറി മാറി വന്ന ആ ഒരു ഒറ്റപ്പെടലായിരിക്കും ചിലപ്പം എന്നെനിക്ക് തോന്നി. അപ്പം ഞാൻ ഇവനെ കൂടുതൽ അടുക്കി പിടിക്കാൻ തുടങ്ങി. ഇവന് ഞാനില്ലാതെ പറ്റിയല്ലെന്നായി. ഞാൻ കുറച്ച് നമ്മൾ ചാരിറ്റി പ്രവർത്തനം അല്ലെങ്കിൽ ചെറിയ ചെറിയ സംഘടനകളിലൊക്കെ ഓരോ അങ്ങൊക്കെ ആയിരുന്നു ഞാൻ. അതെല്ലാം ഞാൻ മാറ്റി വെച്ചിട്ട് ഈ മോന് വേണ്ടി മുഴുവൻ സമയവും. ഇപ്പോൾ അതുകൊണ്ട് എന്നാന്ന് ചോദിച്ചാൽ ഇവൻ സ്കൂളിലൊക്കെ പോയിരിക്കുമ്പോൾ എനിക്ക് നേരെ നോക്കിയിട്ട് എനിക്ക് ടാറ്റ തരും, ബൈ ബൈ പറയും. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇവൻ ആദ്യ സമയങ്ങളിൽ അങ്ങനെയല്ലായിരുന്നു. ഉറങ്ങണമെങ്കിലും അതിപ്പോഴും അങ്ങനെയാണ്. എൻ്റെ കയ്യിലേ ഇവൻ കിടന്ന് ഉറങ്ങുള്ളൂ. കൈയൊന്നും മാറ്റാൻ ഇവൻ സമ്മതിക്കത്തില്ല. ഞാനിങ്ങനെ തോളിൽ ഇങ്ങനെ കിടത്തുമ്പോൾ ഇവൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കടിക്കും. ഇവിടെ കടിച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. ഈ തോളെന്നെടുത്ത് ഇങ്ങോട്ട് വിടുമ്പോഴത്തേനും അവിടെ കടിക്കും. ഇതൊന്നും അല്ലെങ്കിൽ മുഖം രണ്ടും പിടിച്ചിട്ട് ഇവിടെ കടിക്കും. അങ്ങനെ മുഖം മുഴുവൻ എൻ്റെ പാടുകളായിരുന്നു. അതൊക്കെ ഇപ്പോൾ എല്ലാം അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല. അതെല്ലാം ശരിയായത് അവന് ഈ സ്വിമ്മിങ്ങിൽ സ്ഥിരമായിട്ട് അവനാ ഒരു ഇത് ചേഞ്ച് വന്നതാണ്. സാറ് അണ്ടർ വാട്ടറിലൊക്കെ ഇഷ്ടം പോലെ എത്രയോ മിനിറ്റുകൾ ഇവൻ വെള്ളത്തിനടിയിൽ കിടക്കും. അവനൊരു പ്രശ്നമില്ല. മോള് പോയി കഴിഞ്ഞ് വലിയ ഇതൊന്നും ഇല്ലായിരുന്നു മോന്. അതിനുശേഷം ഈ തെറാപ്പിയൊക്കെ ചെയ്ത് ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി അവിടെ കോട്ടയത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഡെയിലി മോള് വിളിക്കുമ്പം വീഡിയോ കോൾ വിളിക്കുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഞങ്ങൾ അച്ഛനെയും അമ്മേനെയും ഒക്കെ ഇവനും അറിയില്ലായിരുന്നു. ശരിക്കും മുഖത്തൊന്നും നോക്കുന്നില്ലാത്തതുകൊണ്ട് ഇവന് അറിയില്ലായിരുന്നു. അപ്പം ഞങ്ങളൊരു ബുക്ക് വാങ്ങിയിട്ട് അതിൽ എല്ലാവരുടെയും ഫോട്ടോയിൽ വീട്ടിൽ എന്ത് പേരാണോ വിളിക്കുന്നത് ആ പേര് അവിടെ എഴുതിയിട്ട് തെറാപ്പിസ്റ്റിനോട് കൊടുത്തു. അപ്പോൾ അവർ ഇച്ചായൻ, അമ്മ, അല്ലെങ്കിൽ ഈ കുട്ടികളുടെയൊക്കെ പേര് പറഞ്ഞ് അല്ലെ മമ്മി, ഇതെല്ലാം പേര് പറഞ്ഞ് അവനെ പഠിപ്പിച്ചു. അപ്പം ഇതാരാന്ന് ചോദിക്കുമ്പം അവൻ തൊട്ട് കാണിക്കും. അങ്ങനെ അവരെ വീട്ടിലുള്ള എല്ലാവരെയും അവനറിയാം. സഹോദരങ്ങൾക്ക് വലിയ സ്നേഹമാണ്, ഇഷ്ടമാണ്. മൂത്തവനെന്ന് പറഞ്ഞാൽ ഇവനില്ലാതെ നിൽക്കില്ല. രണ്ടുപേരും, അതായത് നീന്തൽ പഠിക്കുമ്പോന്ന സമയത്താണേലും മോൻ നടുക്ക് നീന്തും, അവർ രണ്ടുപേരും അപ്പുറം ഇപ്പുറം നീന്തും. മൂത്ത കുട്ടിക്ക് 9 വയസ്സ്, 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇളയാള് 7 വയസ്സ്. അവൻ്റെ പേര് ഡേവിഡ്. ഇളയമോള് സാറാ മറിയം, അവള് 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മോന് ഇപ്പം 4 വയസ്സ്. എനിക്ക് ആ ഒരു സമയത്തൊന്നും പ്രാർത്ഥിക്കാൻ പറ്റിയല്ല, കുരിശ് വരയ്ക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. ഇവനെ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടി. അപ്പം ഞാൻ കോട്ടയത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി അല്ലെ എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. മോൻ പോകുന്ന പള്ളിയിൽ മക്കൾ അവിടെ സൺഡേ സ്കൂളിൽ അവിടെ ഞാൻ ചേർത്തായിരുന്നു 1 വർഷം. അപ്പോൾ ആ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഞങ്ങളുടെ അറിയാത്ത നാട്ടുകാരായിരുന്നു. പക്ഷെ ഞങ്ങൾ തിരിച്ചു പോരാൻ നേരത്ത് അവരെല്ലാം വളരെ സന്തോഷത്തോടെ ഞങ്ങളെ യാത്രയാക്കിയത്. ഇപ്പോഴും അവരെല്ലാമായിട്ട് നല്ല കോണ്ടാക്റ്റ് ഉണ്ട്. കഴിഞ്ഞ കാലങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഒരുപാട് പേടിപ്പെടുത്തുന്ന ഓർമ്മകളാണ് എൻ്റെ മുമ്പിലുണ്ടായിരുന്നത്. കാരണം ഉറക്കമില്ലാതെ ദിവസങ്ങളോളം 1 മണിക്കൂർ മാത്രം ഉറങ്ങിയ ദിവസങ്ങളുണ്ട്. 1 മണിക്കൂറും മോൻ ഉറങ്ങിയിട്ടില്ല. ആ 1 മണിക്കൂറും എൻ്റെ കയ്യിൽ തന്നെയായിരുന്നു. അപ്പോൾ എനിക്കും ദിവസങ്ങൾ ഉറങ്ങാതെ വന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ ഒരുവിധം എനിക്കറിയാവുന്ന ഒരുപാട് പേരോട് ഞാൻ പറയും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ. നമ്മൾ അമ്മ വഴി മക്കളിലേക്ക് എന്നല്ലേ പറയുന്നത്. അപ്പം
അമ്മയോട് പറഞ്ഞാൽ വേഗം മക്കൾക്ക് പിന്നെ അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. പിന്നെ ഞങ്ങളെപ്പോഴും വിശ്വാസ പ്രമാണം ചെല്ലും. അതാണ് കൂടുതൽ പ്രാർത്ഥന. സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും വിശ്വാസ പ്രമാണം ചെല്ലും. അത് ചേട്ടനും അതെ. ഞങ്ങൾ എവിടെയെങ്കിലും പോകാൻ നേരം, മക്കളെ സ്കൂളിലൊക്കെ ആക്കാൻ നേരം ഇവിടെ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് പോവുക. നിത്യസഹായമാതേ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ, നിന്മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്ക സ്നേഹനാഥ.